പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 20-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ നാം ഏവരും ആയിരുന്ന ഇടങ്ങളിൽ യാത്ര ചെയ്യുവാൻ, ജോലി ചെയ്യുവാൻ, കുടുംബകാര്യം നിർവഹിപ്പാൻ, കർത്താവിനെ സേവിപ്പാൻ കർത്താവ് ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 39-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 39 നാം ഇങ്ങനെ വായിക്കുന്നു: വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ ഉറപ്പിച്ച് സാക്ഷ്യത്തിനായി അവരെ ഒരുക്കി. തുടർന്ന് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഉയരത്തിലെ ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ പാർക്കുക. അങ്ങനെ പെന്തക്കോസ്ത് നാൾ അഥവാ 50-ാം നാൾ എന്നുള്ള ആ പ്രത്യേക ദിനത്തിൽ അവർ ഒരുമിച്ച് ഒരിടത്ത് കൂടിയ സമയത്ത് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരെ തൊടുകയും അവർ ആത്മനിറവിൽ അന്യഭാഷ അടയാളത്തോടുകൂടി സഭ ഭൂമിയിൽ രൂപീകൃതമായി. അന്ന് യെരുശലേമിൽ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അവർ താന്താങ്ങളുടെ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട് പല കാര്യങ്ങൾ, പല അഭിപ്രായങ്ങൾ പുറത്ത് ഉടലെടുത്തു. ഇത് കണ്ടും കേട്ടും കൊണ്ട് പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ആത്മനിറവിൽ ചില വെളിപ്പാടുകൾ അവരോട് പറയുകയാണ്. ആരംഭിക്കുന്നത് തന്നെ യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ടും തുടർന്ന് 16-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിക്കൊണ്ടും ശക്തമായി അവരോട് പറയുകയാണ്. ഓർക്കണം, ഏകദേശം 50 ദിവസങ്ങൾക്ക് പുറകിൽ ഒരു രാത്രിയിൽ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് 50 ദിവസങ്ങൾക്ക് ശേഷം ആത്മനിറവിൽ നിന്ന് ഈ യേശുവിനെ സാക്ഷിക്കുകയാണ്, ഈ യേശുവിനെ ഉയർത്തുകയാണ്. പറയുകയാണ്, ദാവീദിന്റെ കല്ലറ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് തന്നെ ഒരുവൻ ഇതാ ദൈവിക പദ്ധതി അനുസരിച്ച് വന്നു. അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. നിങ്ങൾ അടിച്ച, നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ കൊന്ന ആ യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആ കേട്ടവരുടെ ഉള്ളത്തിൽ, ഏകദേശം 3000 പേരുടെ ഉള്ളത്തിൽ കുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് പത്രോസിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് സ്നാനപ്പെടുത്തി ആദിമസഭ രൂപീകൃതമാവുകയാണ്. തുടർന്ന് അവരോട് പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിക്കപ്പെട്ട അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 39-ാം വാക്യം. അതെ, വാഗ്ദത്തം നമുക്കും നമ്മുടെ മക്കൾക്കും ദൂരസ്ഥരായിരിക്കുന്ന കർത്താവിൻ്റെ രക്തത്താൽ വിളിക്കപ്പെട്ട് മകനും മകളുമായി തീർന്നവർക്കുമുള്ളതാണ്. ആരാണ്? നമുക്കും നമ്മുടെ മക്കൾക്കും. പത്രോസ് വ്യക്തമായി പറയുകയാണ്, വചനം കേട്ട് കുത്തുകൊണ്ട് കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചവർക്കും അവരുടെ മക്കൾക്കും
അതുപോലെ യേശുവിനെ സ്വീകരിക്കപ്പെട്ടവർക്കും സ്വർഗീയ വാഗ്ദത്തം ഉണ്ട്. ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തം നിങ്ങളുടെ കൈയെത്തും ദൂരത്ത് നിന്നിട്ട് നാള് കുറേയായി. പല കാരണങ്ങളാൽ നിങ്ങളുടെ അനുഗ്രഹം തട്ടിത്തെറിപ്പിക്കുകയാണ്. നിങ്ങൾ ആത്മീയമായിട്ട് ഉയരുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു, ദശാംശം കൊടുക്കുന്നു, കർത്തൃവേലയിലായിരിക്കുന്നു, അനേക ആത്മീയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു കാര്യവും നടക്കുന്നില്ല. തടസ്സങ്ങളുടെ മേൽ തടസ്സം, പോരാട്ടങ്ങളുടെ മേൽ പോരാട്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ എന്നു വേണ്ട, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച് ഒരു ദൈവ പൈതലായി പരിപൂർണമായി വചനപ്രകാരം മാറുമ്പോൾ മാത്രമാണ് ഈ വാഗ്ദത്തം നമ്മുടെ മേൽ നിവർത്തീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ദൈവജനമേ, അവരവർ ചിന്തിക്കുക. ഒരു ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിൽ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെടുകയും ഏറ്റവും ഉയർന്ന നല്ല, അത് നൂതനമോ പാരമ്പര്യമോ എന്തുമായിക്കൊള്ളട്ടെ, സഭയുടെ അംഗമായതുകൊണ്ട് ഒരു ദൈവ പൈതൽ ആകുന്നില്ല. അത് ജന്മന ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ ജനിക്കപ്പെട്ടു, സഭയിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രക്ഷ വ്യക്തിപരമാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റെടുക്കണം. അതിന് അതെ, പത്രോസിന്റെ പ്രസംഗം കേട്ട് കുത്തുകൊണ്ടതുപോലെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പാപമോചനത്തിനായി എന്ത് ചെയ്യണം, ഞാൻ ഈ പാപം ആരോട് ഏറ്റു പറയും എന്നുള്ള ചിന്തയിൽ കർത്തൃസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, എന്നെയും നിങ്ങളെയും മകനായി മകളായി സ്വീകരിക്കുമ്പോൾ, അതെ, നമ്മുടെ മേലുള്ള വാഗ്ദത്തം ഒന്നുപോലും കുറയാതെ നിവർത്തീകരിപ്പാൻ തമ്പുരാൻ മതിയായവനാ. അപ്പോൾ ഇന്ന് ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് നമ്മുടെ പ്രശ്നം? എവിടെയാണ് നമ്മുടെ വിഷയം? എവിടെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്? ഇത് ബോധ്യമായെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ നമുക്കൊന്നിച്ച് ഏൽപ്പിക്കാം. അതെ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സകല മനുഷ്യനും ജന്മപാപിയാണ്. ജന്മപാപത്തെയും കർമ്മപാപത്തെയും ഒരിക്കലായി കാൽവരി ക്രൂശിൽ പരമയാഗമാക്കിയതിലൂടെ പരിപൂർണ വിടുതലും സൗഖ്യവും മോചനവും നമുക്ക് സ്വായത്തമാക്കിയിരിക്കുന്നു. അത് പ്രാപിക്കുവാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ഒരു ദൈവ പൈതലായി, ഒരു ദൈവ പൈതലിന് വചനപ്രകാരം പറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിലുള്ളത് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലുള്ളത് അവിടുത്തേതും പ്രാപിച്ച് സ്തോത്രത്തോടെ ജീവിച്ച് കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ നിത്യതയിൽ വസിപ്പാൻ നമ്മെ ഏവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം നമുക്കൊരുങ്ങാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, രക്ഷിക്കപ്പെട്ട കർത്താവിനെ ഉള്ളം കൊണ്ട് സ്വീകരിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ഒരു ദൈവ പൈതലായി തീരുമ്പോൾ ഞങ്ങളുടെ മേലുള്ള വാഗ്ദത്തം അവിടുന്ന് പൂർത്തീകരിക്കുമെന്ന് അങ്ങയുടെ അപ്പോസ്തലനാൽ വിളിച്ചു പറയപ്പെട്ട ദൈവവചനം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്നതിൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ ആത്മഭാരി ചൊരിയണമേ. തടസ്സപ്പെട്ടു നിൽക്കുന്ന അവരുടെ അനുഗ്രഹങ്ങൾ, നന്മകൾ, അത് ഭൗതികം മാത്രമല്ല, ഭൗതികത്തെക്കാൾ ഉപരിയായി ആത്മീയമായും അവരെ അനുഗ്രഹിച്ച് ദൈവകൃപയോടെ നടത്തണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഒരു ദൈവ പൈതലായി തീർന്നാൽ
വചനം പറയുന്ന നിലയിൽ നാം എത്തിയാൽ നമുക്ക് ലഭിക്കേണ്ട വാഗ്ദത്തങ്ങൾ ഒന്നുപോലും കുറയാതെ നമ്മുടെ മേൽ ചൊരിയുവാൻ സ്വർഗം തയ്യാറാണ്. അത് സ്വീകരിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറാണോ എന്ന് ഇന്ന് പ്രഭാതത്തിൽ സ്വയം വിലയിരുത്തി കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരാം. അങ്ങനെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമ്മെ ഏവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.